വാട്ടർഫോൾ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കോടനാട് നിന്ന് മറിക്കാൻ നമ്മുടെ മരത്തിൻ്റെ കൂണ് വെച്ചിട്ട് കിടിലനായിട്ടൊരു വാട്ടർഫോൾ ഉണ്ടാക്കിയെടുത്തേക്കാണ്. എന്നാൽ പുകയുടെ വാട്ടർഫോൾ കേട്ടോ. അപ്പം നല്ല രസമായിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇതുപോലത്തെ ഒരു തിരി വേണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സാമ്പ്രാണിത്തിരിയിൽ ഒരു ഹോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പറ്റില്ലെന്ന് അറിയില്ല. അപ്പം നല്ല രസമായിട്ട് പോകുവാനുണ്ട് കേട്ടോ. അടികൂടി പുക വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടികൂടി പുക വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കത്തി തുടങ്ങിയിട്ടുണ്ട്. വെച്ച് നോക്കാം അല്ലേ. അടിപൊളി പോകാറോന്ന് ഇങ്ങനെ നോക്കണം കേട്ടാ. ഹലോ കൂട്ടുകാരി. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം കോടനാട് പോയിട്ടുണ്ടായിട്ടോ. ആനത്തൊട്ടിൽ കാണാൻ പോയതാണ്. അന്നേരത്തേക്കും ആ കാട്ടിൽ കുറേ മരക്കുറ്റികളൊക്കെ വീണെടുപ്പുണ്ടായി ഉണങ്ങിയത്. അത് വീണ് നമ്മളത് ഇതുപോലുള്ള മരത്തിൻ്റെ കൂണുകൾ, മരക്കൂണുകൾ എന്ന് പറയും, അത് പിറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ആ ഒരു കുറ്റി മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതുമേന്ന് ഞാൻ കുറച്ച് ഇതുള്ള കൂണുകളൊക്കെ പറിച്ചെടുത്തു. ഒരു 6-7 പീസ് അത്രേ ഉണ്ടാവുള്ളൂ. അത് മുഴുവൻ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓണമൊഴിക്കുന്ന ഒരു മരം കണ്ടു. വളഞ്ഞു പുളഞ്ഞ് കിടക്കണ മരമായതുകൊണ്ട് അത് കയറി ഇരിക്കാമെന്ന് ഓർത്ത് കയറിയതാണ്. പക്ഷേ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നിന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ കാശിക്കുണ്ടാണ് ഞാൻ എന്താ കാണിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കാം കേട്ടോ. അവനെയും കയറ്റിട്ടോ. അപ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. അധികം ആളൊന്നും ഉണ്ടായില്ല. നല്ല പീസ്ഫുൾ അന്തരീക്ഷമാണ്. നിറച്ച് മരങ്ങളുള്ളതുകൊണ്ട് നല്ല തണലായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് പിറ്റേന്ന് കോൾഡ് പിടിച്ചു കേട്ടോ. ഫുൾ തണലാണ് എങ്കിലും എന്താണെന്നറിയില്ല, കോൾഡ് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ടൊക്കെ മാറിയിരിക്കുവാണ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ചെറിയ പാർക്കുണ്ട്. എന്നാൽ ഫുഡ് റെസ്റ്റോറൻ്റ് ഒന്നും അതിനകത്തില്ല കേട്ടോ. വലിയ കാര്യമായിട്ട് ചെറിയ സ്നാക്സ്, ടീ അങ്ങനത്തെ ഉള്ള ഐറ്റംസ് മാത്രമേ അവിടെ ഉള്ളൂ. അതും ഒത്തിരി നടന്നാലാണ് ഒരു സൈഡിലുള്ളൂ. അപ്പോൾ അത്ര അധികം എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട ഫുഡിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇങ്ങനെ കാടാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് ചുറ്റും നടന്ന് കാണാം. കുറച്ച് ഒരു 6-7 ആനകളോളം ഉണ്ട്. അപ്പോൾ ആനകളൊക്കെ കാണാം. പിന്നെ എന്താ കാണാൻ അവിടെ ഉള്ളത്, പിന്നെ ഒരു ശലഭത്തിൻ്റെ പാർക്കുണ്ട്. പിന്നെ മാനെ കാണാം, മ്ലാവിനെയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ കാശിക്കുണ്ണ അവിടെ ചെന്നിട്ട് അവിടെ ഒരു കെട്ടിയേക്കണ ഒരു വലയിൽ കയറി ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. പാട്ടൊക്കെ പാടി ഇരിക്കുവാണ്. അപ്പോൾ അവന് കമ്പി കണ്ടിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ സാധനമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വേണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അവൻ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ കുറേ നടക്കാനുണ്ട്. ഞങ്ങളൊരു 1 മണിയൊക്കെ ആയിട്ട് കയറി ഒരു 3-3.5 മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്തോളൂ. എന്നാലും അത്രയും നടക്കാനുണ്ട് കേട്ടോ. അതിനുള്ളിൽ തന്നെ അത്രയും നാളെ നടക്കുമായിരുന്നു. പക്ഷേ അത്ര നേരം നടന്നൊന്നും തോന്നിയില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കാഴ്ചകളൊക്കെ ഇതുപോലെ കണ്ടിട്ട് വേണം നടക്കാൻ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇതുപോലെ കുറച്ച് കൂണുകൾ മാത്രമല്ല വേറെ മുളേൻ്റെ കുറച്ച് സാധനങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാൻ പാർക്കെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാശിക്കുണ്ണി ഇപ്പോൾ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലണ്ട. അച്ഛൻ വിചാരിക്കും കാശി അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലണത്. പക്ഷെ അവൻ തിരിച്ച് റിട്ടേൺ അടിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരും കേട്ടോ. കുറേ ദൂരം ഓടി ചെന്നിട്ടുണ്ട്. അവൻ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ ഓടി വന്നു. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇതുപോലെ അവിടെ നിന്ന് പിറക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പിറക്കിക്കൊണ്ട് വരും. അപ്പോൾ ആ പിറക്കി എടുത്തിട്ടുണ്ട്. ബാഗൊന്നും എടുക്കാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ കുഞ്ഞൊരു ഹാൻഡ് ബാഗ് ഉണ്ടായതുകൊണ്ട് വേറെ കുറേ സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇതുപോലെ കുറച്ച് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ. അപ്പോൾ നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാം. 2 ഊഞ്ഞാലുണ്ട്. കാശിക്കൊണ്ട് ഞാനോട് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ കുഞ്ഞൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്തു. അതുകൊണ്ട് അപ്പോൾ നമ്മൾ തപ്പി ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കത്തി മേടിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ കത്തിയാണേ. അത് നമ്മളൊന്ന് ഉദ്ഘാടനം നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കത്തി ആ കത്തി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കത്തിയും ആ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാം. അപ്പോൾ ഞാൻ ആ ബോട്ടിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുഴുവത്തെ പാടൊന്നും കട്ട് ചെയ്യണ്ട, മുകളിലുള്ള ഫ്രണ്ട് വശം മാത്രം കട്ട് ചെയ്തെടുക്കാം. ഫെവിക്കോൾ നമ്മുടെ എന്താ അത് ക്ലേ എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം ക്ലേ മതി കേട്ടോ. ഏട്ടനോട് പറഞ്ഞിട്ട് ഏട്ടൻ അത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കാശിക്കുട്ടനും അടുത്തിരിപ്പുണ്ട് കേട്ടോ. കാശിക്കുട്ടനും ഏട്ടനും കൂടി അത് കട്ട് ചെയ്തെടുത്ത് തരുവാണ്. ഫ്രണ്ട് വശത്ത് ആ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് വശം ഒന്ന് ഓപ്പൺ ആക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ബോട്ടിൽ കട്ട് ചെയ്തെടുത്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉൾവശം നമ്മളൊന്ന് തുടച്ചെടുക്കണം. അതിന് ഉള്ളിൽ അതിന് ലിക്വിഡൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ എടുക്കാൻ ഞാൻ ഈ ബോട്ടിൽ എടുത്തൊരു പിടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അതെടുത്തത്. അപ്പോൾ നമ്മൾ പിറക്കിയേക്കണ കൂണതേ ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുവാണ്.
അപ്പോൾ നമുക്ക് ഫ്ലെക്സ് ക്വിക്ക് വെച്ചിട്ട് ഒട്ടിക്കാമെന്ന് ആദ്യം ഓർത്തത്. എന്നാലും കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോഴേക്കും ഒട്ടണുണ്ട്. എന്നാലും ഞാൻ അതിൻ്റെ താഴെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്നുകൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലെക്സ് ക്വിക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ചേക്കുവാണ്. ഒന്നും കൂടി ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് എല്ലാനും ഒന്നും കൂടി ഒന്ന് അടിയിലൊന്ന് ഒരു സ്റ്റാൻഡ് പോലെ ഒന്ന് ഒരു ഹാങ്ങിങ് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുറ്റത്തുള്ള കുറേ ഇതുപോലുള്ള മെറ്റൽ കഷ്ണങ്ങൾ വറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഹോട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുവാണ്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കല്ലൊക്കെ താഴെ ഒട്ടിച്ചിട്ട് സൈഡിലുള്ള വശത്തൊക്കെ ഇച്ചിരി വലിയ കല്ലുകളൊക്കെ ഒന്ന് പെറുക്കി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ട് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കല്ല വേറെ എന്തോ ഒട്ടിക്കാന്ന് എന്തോ സാധനം കൊടുത്തിട്ടുണ്ടായി. ഫുൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ ചെറിയ കല്ലൊന്നുമില്ല. അയ്യോ അത് ഒട്ടിച്ചില്ല നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒട്ടണ രീതിയിൽ ഉള്ള പശവേന എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാത്രം തേക്കണ ഈ സ്പോഞ്ച് ഉണ്ടല്ലോ അതെടുക്കാം കേട്ടോ. പിഞ്ചി പറിച്ചെടുക്കാം. ഇത് നമ്മുടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് തറയിലൊന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കുഞ്ഞു ചെടി പോലെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തേക്കണേ. നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ മേളിലേക്ക് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ഗ്രീൻ കളറിലെ പെയിൻറ്റ് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കണ്ട, വെറുതെ ഒന്ന് ഷെയ്ഡ് വരുന്ന രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുക. ജസ്റ്റ് നമ്മളിതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയേക്കണം ആ പിച്ചി പറിച്ചെടുത്ത സ്പോഞ്ചിൻ്റെ സാധനങ്ങളുണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊരു പച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചത്. ഉള്ളിലേക്ക് നമ്മൾ ഫെവിക്കോൾ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ സ്പോഞ്ചിൻ്റെ സാധനം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആക്കി എടുക്കുന്നുണ്ട്. മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സ്പോഞ്ചിന് വരെ വേണമെങ്കിൽ നമ്മുടെ ചകിരി ഇങ്ങനെ പൊടിയായിട്ട് എടുത്തതുമ്മ കളർ മുക്കിയിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഫസ്റ്റ് കിട്ടിയത് ഇത് സ്പോഞ്ച് ആയതുകൊണ്ട് ഞാനത് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചകിരിയുടെ പൊടിയാണെങ്കിൽ നമ്മുടെ ചകിരി എടുത്തിട്ട് പിന്നി കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ വീണ് കിട്ടും. ആ പൊടിയിലേക്ക് നമ്മുടെ ഗ്രീൻ കളറിൽ ആക്രിലിക് പെയിൻറ്റ് ഇട്ടിട്ട് ഒരു കുപ്പിയിലിട്ട് 2 കുലുക്കിയിട്ട് ഉണക്കാൻ വെച്ചിട്ട് ആ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് ഇത് പുതിയ സ്പോഞ്ചാണ്ടോ ഞാൻ എടുത്തേക്കുന്നതാണ്. സ്പോഞ്ച് എന്ന് പറയാൻ പറ്റില്ല, പെരുപെരൂന്ന് ഇരിക്കണോണ്ട് അത് നമ്മൾ പിന്നി എടുത്തേക്കാണ്. എന്നിട്ട് അതിനകത്തേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ മോൾ ഭാഗത്തും ഉള്ള ഭാഗത്തൊക്കെ കവർ ചെയ്യുന്ന രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് വശത്ത് നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് അടിച്ച് കൊടുക്കാം. അപ്പം ഞാൻ പെയിൻറ്റ് അടിച്ചൊന്നും കൊടുക്കുന്നില്ല. ഞാൻ വിചാരിക്കണേ ഒരു വോളിലേക്ക് ഇത് ബാക്കിലൊരു ഹോൾ ഇട്ടിട്ട് ആണിയിൽ തറച്ച് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ ഒരു വലിയൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുത്തിട്ട് അങ്ങനെയും വെക്കാം. അപ്പോൾ ബാക്കിൽ ഞാൻ പെയിൻറ്റ് അടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒരു വാട്ടർഫോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഹോട്ട് ഗ്ലൂ. അപ്പോൾ നമ്മളതൊന്ന് പറിച്ചെടുക്കുക. ഉണങ്ങിക്കുമ്പോഴേക്കും ജസ്റ്റ് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും. അത് പറിച്ചെടുത്തിട്ട് നമ്മൾ ആ ഗ്യാപ്പിലൊന്ന് ഇതുപോലെ വാട്ടർഫോൾ പോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ എടുത്തുകൊണ്ടാണ് ഞാൻ ആ ഗ്യാപ്പിൽ അങ്ങനെ വെച്ചത്. ആ ഗ്യാപ്പ് ഫില്ലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഉൾഭാഗത്ത് നമ്മൾ വെച്ചിട്ട് ആ സ്പോഞ്ച് മേക്ക് നമ്മൾ ലൈറ്റ് ഗ്രീൻ കളർ കൊണ്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് ഇതുപോലെ കൊടുക്കാം കേട്ടോ. പയ്യെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡാർക്കും ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ട് കുറച്ച് ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈറ്റ് ഗ്രീൻ കളറുള്ള ഷെയ്ഡും കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൊക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഫ്രണ്ട്സിന് മാത്രമല്ല ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും. നമ്മുടെ വീട്ടിൽ ലാസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടല്ലോ ഒരു ചന്ദനത്തിരി അല്ലല്ല സാമ്പ്രാണിത്തിരി പോലത്തെ ഒരു സാധനം വെച്ചിട്ട് താഴെ കൂടി ഇങ്ങനെ വാട്ടർഫോൾ പോലെ വന്ന നല്ല മണം ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ സാമ്പ്രാണിത്തിരി എവിടെ വാങ്ങാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നാണ്. അതൊരു വ്ളോഗാക്കി ഇടാം. അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് കാനഡക്ക് പോവാണ്. അന്നേരത്തേക്കും അവിടെ പോയി കുറേ സാധനം പിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇതുപോലെ ഹോട്ടലിൽ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണ കുഞ്ഞു ചെടി പോലെ ഉണ്ടാക്കിയേക്കണം നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ലേ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും ക്ലേ മതി, വളരെ കുറച്ച് ക്ലേ മതി കേട്ടോ. അത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ മേളിലേക്ക് ഒട്ടിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് ആ ക്ലേ എടുത്തേക്കണേ. നമ്മൾ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാപ്പിൽ ഇതിന്മേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ മേളിൽ സാമ്പ്രാണിത്തിരി വെക്കുമ്പോൾ നമ്മുടെ ആ കുപ്പീൻ്റെ അടപ്പ് ഉരുകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലേ വെക്കുവാണെന്നുണ്ടെങ്കിൽ ക്ലേൻ്റെ മുകളിൽ നിന്നിട്ട് ക്ലേ ഉരുകി പോകത്തില്ലല്ലോ ഡ്രൈ ആയി കഴിയുമ്പോഴും. അപ്പോൾ ഹോളിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് ഗ്രീൻ ബ്രഷും ഉണ്ടായതുകൊണ്ട് അത് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് ആ ക്ലേ നമ്മൾ ബോട്ടിലിൻ്റെ ക്യാപ്പിന്മേക്കൊന്ന് ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
കോൾഡ് ആയതുകൊണ്ടാണ് സൗണ്ട് മാറിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളതേ നമ്മുടെ കല്ലുമ്മേക്ക് നമ്മൾ കാപ്പി കളർ ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ആ ബ്രൗൺ കളർ കൊടുത്തപ്പോൾ തന്നെ കുറച്ചുകൂടി ഭംഗി വന്നിട്ട് എനിക്ക് തോന്നി കേട്ടോ. കല്ലുമ്മേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നി. ആ കൂണ് അതിൻ്റെ ഉള്ളിൽ ആ പച്ചപ്പിൻ്റെ ഇടയിൽ കാണാനായിട്ട് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂണുണ്ടായുള്ളൂ കേട്ടോ. ഇനി എൻ്റെ കയ്യിൽ ആ മരക്കൂണില്ല. എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ ഇനിയും പറിച്ച് വെക്കണം. വേറെ എന്തെങ്കിലും ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കണം എന്ന് ഓർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഫൈനൽ റിസൾട്ട് കണ്ടു നോക്കിയപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന ബോട്ടിലൊന്നും ഇല്ല കേട്ടോ, ഇഷ്ടമുള്ള ബോട്ടിൽ ചെയ്യാം. അപ്പം നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് വേണമെങ്കിൽ ചിരട്ടയിലൊക്കെ ചെയ്യാം കേട്ടോ. ചിരട്ടയുടെ 2 ചിരട്ടയും കൂടി കൂട്ടി ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ ചിരട്ടയുടെ ചുറ്റും ഇതുപോലെ കൂണ് ഒട്ടിച്ചിട്ട് അകത്തേക്കൂടി മറ്റേ ഈ സാമ്പ്രാണിത്തിരി മുകളിൽ വെച്ചിട്ട് താഴെ ഒരു ഹോൾ ഇട്ടുണ്ടെങ്കിൽ അടിക്കൂടി ഇതുപോലെ പുക വന്ന രീതിയിലൊക്കെ സെറ്റാക്കി എടുക്കാം. അപ്പോൾ എനിക്ക് ജസ്റ്റ് കണ്ടപ്പോൾ തോന്നിയ ഐഡിയ ആണ് അതുപോലെ ചെയ്യാന്നുള്ളത്. ഈ ഐഡിയയും തോന്നി, ഈ കുപ്പിയിൽ ചെയ്യണമെന്ന് തോന്നി, പിന്നെ ഒരു ചിരട്ടയിൽ ചെയ്യണമെന്ന് തോന്നി. പക്ഷെ ഞാനിപ്പോൾ കുപ്പിയിലാണ് ചെയ്തത്. അപ്പം ഞാൻ നിങ്ങളോട് ഐഡിയയും കൂടി ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബ്ലാക്ക് കളറിലെ പെയിൻറ്റ് അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ വാട്ടർഫോളിനൊന്ന് പെയിൻറ്റ് അടിക്കണം. പിന്നെ നമ്മൾ കുട്ടി ചെടികൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, നമ്മുടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കണം. ആ ചെടിമേക്കും കൂടി നമുക്ക് റെഡ് കളറിലെ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പം നല്ല രസമായിട്ട് വരും. വേണമെങ്കിൽ റെഡ് കളറിൻ്റെ ഉള്ളിൽ കുറച്ച് വൈറ്റ് ഡോട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ റെഡ് കളർ മാത്രമേ ഇപ്പോൾ കൊടുത്തുള്ളൂ. കൊടുത്തു കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്ത് കുറച്ചുകൂടി ഒരു വെള്ള കളറും കൂടി അതിനകത്ത് കുത്തി കൊടുക്കാമായിരുന്നു. അപ്പോൾ നമ്മളിത് ഫുള്ളും പെയിൻറ്റ് അടിച്ചെടുത്തപ്പോൾ തന്നെ നല്ല രസമായിട്ടുണ്ട് കാണാൻ. വെറുതെ ജസ്റ്റ് ഇത് മാത്രമാണെങ്കിലും ജസ്റ്റ് ഷോക്കേസിലെടുത്ത് വെക്കാം. ഉള്ളിൽ വേണമെങ്കിൽ നല്ല മിന്നണ ലൈറ്റിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം മോളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് ലൈറ്റ് നല്ല രീതിയിൽ വെക്കും. അപ്പോൾ നമ്മൾ വാട്ടർഫോളിന് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായില്ല. നമ്മൾ അതിനും കൂടി ഒന്ന് ബ്ലൂ കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കുവാണ്. എൻ്റെ തിളങ്ങുന്ന സൈസ് ഗിൽറ്റർ ഷെയ്ഡുള്ള ആക്രിലിക് കളറാണ് ഉണ്ടായിരുന്നത്. മറ്റേത് തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ആ തിളങ്ങണ വെച്ചിട്ട് തന്നെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കല്ലുമയൊക്കെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രസമായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നമ്മുടെ മുകളിൽ വെക്കണ ആ സാമ്പ്രാണിത്തിരി വെച്ച് നോക്കാം. അത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ ലേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ കൊണ്ടുവന്നേക്കണേ. ഇത്രയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് കവർ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ബോളിലേക്ക് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് കൊളത്തിടാം കേട്ടോ. അപ്പം ഇങ്ങനെ ബോളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. അപ്പം ഇനിയാണ് മെയിൻ സംഭവം. ഇനി നമ്മളിതേ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു എന്തിനാ കേട്ടോ ഇതിനെ പറയണേ, സാമ്പ്രാണിത്തിരി അല്ല, സാമ്പ്രാണിത്തിരി പോലത്തെ വേറൊരു തിരിയാണ്. ഇതിൻ്റെ താഴ്ഭാഗത്തൊരു ഹോളുണ്ട് കണ്ടോ. അപ്പം നമുക്ക് ഇത് മുകളിൽ കത്തിക്കുമ്പോഴേക്കും ഇതിൻ്റെ അടിയിൽ കൂടിയാണ് പുക തന്നെ. അപ്പം നമ്മൾ ഇവിടെ എന്തിനാ ഓട്ട ഇട്ടെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. അപ്പം നമ്മൾ ഇതിൻ്റെ മേലിൽ ഇത് കത്തിച്ച് വെക്കുമ്പോഴേക്കും അടിയിൽ കൂടി പുക വരും എന്നാണ് എനിക്ക് തോന്നണേ. അപ്പം നമ്മൾ വേറൊരു സാധനത്തിൽ വെച്ചപ്പോൾ അങ്ങനെയാണ് വന്നത്. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കത്തിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പുക വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ലൈറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കത്തി തുടങ്ങിയിട്ടുണ്ട്. വെച്ച് നോക്കാം അല്ലേ, അടിപൊളി പോകാറോന്ന്. ഇങ്ങനെ നോക്കണം ഏട്ടാ. ഇങ്ങനെ തന്നെയാണോ അറിയില്ല കേട്ടോ എനിക്ക്, ഇങ്ങനെ തന്നെയാണോന്ന്. കാറ്റുള്ളതുകൊണ്ടായിരിക്കും അല്ലേ. അകത്ത് വെച്ച് നോക്കുകയാണേ പുക അടി കൂടി വരുന്നില്ലല്ലോ ഗൈസ്. മുകളിൽ കൂടിയാണല്ലോ പോണേ. ഇനി കമത്തിയാണോ വെക്കണേ? കമത്തിയാണോ കേട്ടോ വെക്കണേ? ഇനി ഇങ്ങനെ തന്നെയാണോ? അടി കൂടി പുക വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടി കൂടി പുക വന്ന് തുടങ്ങിയിട്ടുണ്ട്. യെസ്, ദേ വന്നി പുക കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ. ക്യാമറയിൽ കാണാവോ? യെസ്, അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമ്മുടെ പുക അടി കൂടി വന്നുണ്ട്. കുറച്ചു നേരം സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പുക വന്ന കാണാം. വന്നില്ല അടി കൂടി? യെസ്, അടി കൂടി പുക വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് റൂമിനകത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ പുക വന്നത് നന്നായിട്ട് കാണാൻ പറ്റും. നല്ല രസമായിട്ട് വന്നില്ലേ? യെസ്. അപ്പം നമ്മൾ നമ്മുടെ എവിടെ നിന്നാണ് പറക്കിയ സാധനം, കോടനാട്
കോടനാടെന്ന് പറക്കിയ നമ്മുടെ വാട്ടർഫോൾ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കോടനാടെന്ന് മറിക്കാൻ നമ്മുടെ മരത്തിൻ്റെ കൂണ് വെച്ചിട്ട് കിടിലനായിട്ടൊരു വാട്ടർഫോൾ ഉണ്ടാക്കിയെടുത്തേക്കാണ്. എന്നാൽ പുകയുടെ വാട്ടർഫോൾ കേട്ടോ. അപ്പം നല്ല രസമായിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം. ഏതെങ്കിലും ഒരു ബോട്ടിൽ മതി. പക്ഷെ ഇതുപോലത്തെ ഒരു തിരി വേണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സാമ്പ്രാണിത്തിരിയിൽ ഒരു ഹോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കട്ടോ. പറ്റില്ലെന്ന് അറിയില്ല. അപ്പം നല്ല രസമായിട്ട് പോകുവാൻ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. വാട്ടർഫോൾ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കോടനാടെന്ന് മറിക്കാൻ നമ്മുടെ മരത്തിൻ്റെ കൂണ് വെച്ചിട്ട് കിടിലനായിട്ടൊരു വാട്ടർഫോൾ ഉണ്ടാക്കിയെടുത്തേക്കാണ്. എന്നാൽ പുകയുടെ വാട്ടർഫോൾ കേട്ടോ. അപ്പം നല്ല രസമായിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം. ഏതെങ്കിലും ഒരു ബോട്ടിൽ മതി. പക്ഷെ ഇതുപോലത്തെ ഒരു തിരി വേണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സാമ്പ്രാണിത്തിരിയിൽ ഒരു ഹോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കട്ടോ. പറ്റില്ലെന്ന് അറിയില്ല. അപ്പം നല്ല രസമായിട്ട് പോകുവാൻ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. യെസ്, സക്സസ്ഫുൾ. അപ്പം നമുക്ക് വേറെ രീതിയിലൊക്കെ ഇനി ട്രൈ ചെയ്ത് നോക്കാം. യെസ്, പുക നല്ല രസമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ അകത്ത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല രസമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.